ഹായ് ഓൾ. രാജ്കുമാർ ഹിരാനിയുടെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡങ്കി എന്ന് പറയുന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. എന്നാൽ ഇതിലെ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാലോ? നമുക്ക് നോക്കാം. 2022 ജനുവരി 12 ഗുജറാത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ജഗദീഷ് പട്ടേലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ചേർന്ന് ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും അതുപോലെ തന്നെ ഒരു തൊഴിലിനും വേണ്ടി അമേരിക്കയിലേക്ക് അനധികൃതമായി പലായനം ചെയ്യുകയാണ്. കാനഡ US ബോർഡർ വഴി അമേരിക്കയിലേക്ക് കടക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു കഥ അവസാനിക്കുന്നത് US ബോർഡറിന് വെറും 10 മീറ്റർ അകലെയാണ്. -35 ഡിഗ്രിയുള്ള കൊടും തണുപ്പിൽ വിറങ്ങലിച്ച 4 ശവശരീരമായാണ് ഇവരെ നമുക്ക് ലഭിക്കുന്നത്. We know now more about the 4 people who were found dead last week near the Manitoba border with the United States. United States from Manitoba turns tragic to an Indian family. The family was found in a field north of the border on January 19th. വെറുമൊരു ജഗദീഷ് പട്ടേലിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു കഥയെന്ന് പറയുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ ഒരു വർഷം അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറുന്നു എന്നതാണ് കണക്ക്. US-ലേക്ക് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറാൻ വേണ്ടി ഏകദേശം 50 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ ചിലവാകുന്നു എന്നതാണ് കണക്ക്. ഇതിൽ കൂടുതൽ ആൾക്കാരും പലായനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത കണക്ക് പ്രകാരം ഹരിയാനയിൽ നിന്നും പലായനം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലെന്ന് വേണം പറയാൻ. ഇത്രയും പണം ചെലവാക്കി ദുർഘടകമായ പാതകൾ താണ്ടി ജീവിക്കുമോ മരിക്കുമോ എന്ന് യാതൊരു വിധമായ ഉറപ്പുമില്ലാതെ US-ലേക്ക് അനധികൃതമായി കുടിയേറുന്ന ആൾക്കാർ. ഇത്തരം യാത്രകളെ പൊതുവായി പറയുന്ന ഒരു പേരുണ്ട്. പഞ്ചാബിലാണെങ്കിൽ ഇതിന് ഡോങ്കി പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിലാണെങ്കിൽ ഇതിനെ കബൂത്തർ ബാസി എന്നും അറിയപ്പെടാറുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ ഡോങ്കി പ്രോസസ് അല്ലെങ്കിൽ കബൂത്തർ ബാസി, അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ US-ലേക്ക് അനധികൃതമായി പലായനം ചെയ്യുന്നത്. നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇന്ത്യൻ സിറ്റിസണായ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ, ജോലിക്കായോ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് വേണ്ടിയോ പ്രവേശിക്കണമെങ്കിൽ വിസ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വിസ ഇല്ലാതെ ഇല്ലീഗലായി ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോങ്കി പ്രോസസ്സ് അല്ലെങ്കിൽ കബൂത്തർ ബാസി എന്നറിയപ്പെടുന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ UK-യുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരം പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത്. അതായത് UK എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വിസ വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഈ വിസയ്ക്ക് പറയുന്ന പേരാണ് ഷെൻഗൻ വിസ. ഈ ഷെൻഗൻ വിസയിലൂടെ യൂറോപ്പിലെ ഏകദേശം 27ഓളം രാജ്യങ്ങളിൽ ഈ വിസയുമായി ചെല്ലുന്ന ആൾക്കാർക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ്. ഇതിലൂടെ ഈ അനധികൃതമായി പലായനം ചെയ്യുന്ന ആൾക്കാർ UK-ക്ക് തൊട്ടടുത്ത് എത്തിയതിനു ശേഷം ട്രക്കുകളിലോ കാറുകളിലോ അല്ലാതെ നടന്നോ UK-യിലേക്ക് അനധികൃതമായി പ്രവേശിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ഡോങ്കി പ്രോസസ്സ് എന്ന് പറയുന്നത് UK-യുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പിന്നീട് അതിൻ്റെ പ്രിഫറൻസ് USA-യിലേക്ക് മാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഏജന്റുമാരും രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആൾക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറിപ്പിക്കാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡോങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനധികൃത കുടിയേറ്റത്തിനും ഇത്തരം ഏജൻസീസ് ഓരോ പാക്കേജസുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് 50 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം വരെ. അതിനകത്ത് ഡീലക്സ് പാക്കേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്കണോമിക് പാക്കേജസ് ഉണ്ടാവാം. ഓരോ പാക്കേജസിനനുസരിച്ചും ഇതിൻ്റെ വില ഉയരും എന്നുള്ളതാണ്. ഇത്തരം ഏജന്റുമാരുടെ അടുത്തേക്ക് ചെന്നെത്തുന്നത് കൂടുതലായും മിഡിൽ ഇൻകം അല്ലെങ്കിൽ ലോവർ ഇൻകം ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ്. നമുക്കറിയാം, നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് സന്ദർശിക്കണമെങ്കിലോ ജോലി വിസയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകണമെങ്കിലോ നിരവധി യോഗ്യതകൾ ആവശ്യമാണ്. ഇത്തരം യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു വിസകളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അനധികൃതമായി പലായനം ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. ഈ പലായനം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പിന്നിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ പറ്റിയോ റിസ്കിനെ പറ്റിയോ അല്ലെങ്കിൽ ജീവൻ കിട്ടുമോ ഇല്ലയോ എന്നതിനെ പറ്റിയോ യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അമേരിക്കയിലേക്ക് അനധികൃതമായി ഈ ഒരു ഡോഗി പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ കബൂത്തർ ബാസിയിലൂടെ പലായനം ചെയ്യാനായി പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മാർഗങ്ങളാണുള്ളത്. ഒന്ന് കാനഡ വഴി, മറ്റൊന്ന് മെക്സിക്കോ വഴി. മെക്സിക്കോ വഴി പലായനം ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായും ശ്രമിക്കുന്നത് ഒന്നുകിൽ ബ്രസീലിലേക്കോ അല്ലെങ്കിൽ ഇക്വഡോറിലേക്കോ ഇന്ത്യയിൽ നിന്ന് വിസ എടുത്തതിന് ശേഷം യാത്ര ചെയ്യുകയാണ്. എന്തിനേറെ പറയുന്നു, 2019 വരെ ഇക്വഡോറിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. ബ്രസീലിലോ ഇക്വഡോറിലോ എത്തിയതിനു ശേഷം ഇവർ കൊളംബിയ, പനാമ വഴി മെക്സിക്കോയിലേക്ക് എത്തിച്ചേരുകയാണുള്ളത്. ഇതിനിടയിലാണ് ഏറ്റവും വലിയ ദുർഘടമായ പാതയുള്ളത്. ഏകദേശം 100 കിലോമീറ്ററോളം കൊടും കാടാണ്.
വന്യമൃഗങ്ങളും ഡ്രഗ് പെറ്റൽസും ഗറില്ല ഗ്രൂപ്പ്സും മാത്രം അടക്കി വാഴുന്ന ഒരു പ്രദേശം. ഇവിടം താണ്ടി പോവുക എന്നുള്ളത് വളരെയധികം കഷ്ടതയേറിയ ഒരു പ്രശ്നം തന്നെയാണ്. Estamos cruzando para poder seguir del otro lado de la selva. Yo la quise ayudar, pero no fue posible. No, ella se me ahogó, el río se la llevó. Y ella murió. She died. Sí. Para seguir hasta este punto es como un homenaje a tu mamá. Es un homenaje a mi mamá y un homenaje a cada uno de los migrantes que se han quedado en la selva del Darién, porque no solo fue mi mamá. ഈ ഒരു ദുർഘടമായ പാത അവർ കഷ്ടപ്പെട്ട് കടന്നാലും വീണ്ടും ചെന്ന് അവസാനിക്കുന്നത് മെക്സിക്കോയുടെ ഒരു മരുഭൂമിയിലേക്കാണ്. അതിനുശേഷം US മെക്സിക്കോ ബോർഡറിലേക്കും. ഈ ഒരു US മെക്സിക്കോ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ഇല്ലീഗൽ മൈഗ്രൻസിനെ ഒഴിവാക്കാൻ വേണ്ടി വലിയൊരു വൻമതിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇത് ചാടിക്കടക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. Pásame ese maletín, porfa. Coge la zapatilla. Please. No, el maletín. Maletín. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 650 ആൾക്കാരാണ് ഒരു വർഷം ഈ ഒരു US മെക്സിക്കോ ബോർഡറിൽ മാത്രം മരിച്ചു വീഴുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വയം തോന്നുന്ന ഒരു സംശയമാണ്, എന്തിനേറെ സ്വന്തം സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ വീടും കൃഷിസ്ഥലങ്ങളും എല്ലാം ഇല്ലാതാക്കി ഇത്തരം ദുർഘടമായ പാതയിലൂടെ ജീവൻ തന്നെ പണയം വെച്ച് അമേരിക്കയിലേക്ക് പലായനം ചെയ്യണം എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മികച്ച ജീവിത നിലവാരവും ഉയർന്ന വരുമാനവും എന്നുള്ളതാണ്. നമുക്ക് മുൻപേ സംസാരിച്ച ജഗദീഷ് പട്ടേലിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഗുജറാത്തിലെ ഒരു ഫാക്ടറിയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 9,000 രൂപയായിരുന്നു അദ്ദേഹത്തിന് മാസ വരുമാനം വരുന്നത്. അതായത് ഡോളറിലേക്ക് മാറ്റുകയാണെങ്കിൽ വെറും $120 മാത്രം ഒരു മാസം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൗസ് വൈഫായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അയൽക്കാരോട് പല മാധ്യമങ്ങളും സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് US-ലെ ഒരു ബ്യൂട്ടി സലൂണിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. US-ലെ മിനിമം ശമ്പളം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് $7. അതായത് ഒരു മാസത്തിൽ 26 ദിവസങ്ങളും 8 മണിക്കൂറും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് മാത്രം ഏകദേശം 1,20,000 രൂപയിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്തിനാണ് ഇത്രയും രൂപ മുടക്കി ഇത്രയും കഷ്ടതകൾ അനുഭവിച്ച് ആൾക്കാർ അമേരിക്കയിലേക്ക് അനധികൃതമായി പലായനം ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിക്ക മൾട്ടിനാഷണൽ കമ്പനികളുടെയും തലപ്പത്ത് ഇന്ത്യൻ വംശജരാണ്. അതുപോലെ തന്നെ പല ഇന്ത്യൻ വംശജർക്കും അവിടെ നിരവധി ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ യുവതയെയും ഈ ഒരു അമേരിക്കൻ സ്വപ്നത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഇനി ഇത്തരം കഷ്ടതകളെല്ലാം അനുഭവിച്ച് മെക്സിക്കോ ബോർഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കനേഡിയൻ ബോർഡർ ആയിക്കോട്ടെ കൊടും തണുപ്പിനെയും വന്യമൃഗങ്ങളെയും ഡ്രഗ് കാർട്ടൽസിനെയെല്ലാം അതിജീവിച്ച് ഇവർ അമേരിക്കയിൽ എത്തിയാലും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പ്രധാനമായിട്ട് ഇവർക്ക് 2 മാർഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ അനധികൃതമായി ജോലി ചെയ്യാം എന്നുള്ളതാണ്. ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള പട്ടേൽ കമ്മ്യൂണിറ്റിയുടെ നിരവധി റെസ്റ്റോറൻറ്റുകളാണ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഏറ്റവും ചീപ്പ് ലേബേഴ്സിനെ ആവശ്യമാണ്. അതായത് അമേരിക്കയുടെ നിശ്ചിത വരുമാനത്തേക്കാൾ താഴെ പണം കൊടുത്ത് മാത്രം ജോലി ചെയ്യപ്പെടുന്ന ആൾക്കാർ. ഇത്തരം ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെല്ലാം കൂടുതലായും പ്രവേശിക്കുന്നത് ഇത്തരം പട്ടേലുമാരുടെ നേതൃത്വത്തിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇല്ലീഗൽ ലേബേഴ്സായിട്ടാണ്. പിന്നീടുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാസ്പോർട്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പാസ്പോർട്ട് കീറിക്കളയുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ US പോലീസിന് പിടികൊടുക്കും എന്നുള്ളതാണ്. ഇതിനുശേഷം US പോലീസ് ഇവരെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മാറ്റും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ ഏത് രാജ്യത്ത് നിന്ന് വരുന്നെന്നോ എന്താണോ കാര്യമെന്നോ കൃത്യമായ അറിവുകൾ ഈ ഒരു US പോലീസിന് അറിയില്ല എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ഇവരെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മാറ്റിയ ശേഷം അവിടെ കഠിനമായ പീഡനങ്ങളാണ് ഇവരെല്ലാം അനുഭവിക്കുന്നത്. ഈ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഇവർക്ക് ഒന്നുകിൽ അവിടെ ഡോക്യുമെന്റഡ് അഭയാർത്ഥികളായിട്ട് തുടരാം. ഈ ഒരു പ്രോസസ്സും വളരെയധികം എളുപ്പമൊന്നുമല്ല. കൃത്യമായ ചോദ്യം ചെയ്യലുകളെല്ലാം അവിടെ നടക്കും. അതിനുശേഷം കൃത്യമായ ഉത്തരം ഇത്തരം അഭയാർത്ഥികളുടെ ഭാഗത്തു നിന്നും അവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായി അവർ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് അവിടേക്ക് ഇവരെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ തന്നെ കുറച്ച് ആൾക്കാരെ ചില പ്രത്യേക കാരണങ്ങളാൽ ഡീപ്പോർട്ട് ചെയ്യാതിരിക്കും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തിരിച്ച് സ്വന്തം രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അതിക്രൂരമായ പീഡനം ഇവ താങ്ങാതെയാണ് മൈഗ്രേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ ഇവർക്ക് ഡോക്യുമെന്റഡ് റെഫ്യൂജി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുക്കും. ഈ ഒരു ഡോക്യുമെന്റഡ് റെഫ്യൂജി എന്ന് പറയുന്ന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അമേരിക്കയിൽ മറ്റ് US പൗരന്മാർക്ക് കിട്ടുന്ന അതേ സേവനങ്ങൾ തന്നെ കിട്ടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു 100 ദിവസത്തെ വർക്ക് പെർമിറ്റും ലഭിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ കാലക്രമേണ അമേരിക്കയുടെ ഭാഗമായി മാറാം എന്നുള്ളതാണ്. സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചിട്ടുള്ള ഇത്തരം ദുർഘടമായ പാതയിലുള്ള യാത്രയെപ്പറ്റി ദുൽഖർ സൽമാൻ അഭിനയിച്ച കോമ്രേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന മൂവിയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ പേരെയുള്ള എത്തുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താനാവാത്ത ഇത്തരം അമേരിക്കൻ സ്വപ്നങ്ങൾ അത്യാവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.